ഇപ്പോൾ നാടകം കളിക്കുകയാണെങ്കിൽ നമുക്കൊരു കളിക്കാൻ ഒരു സ്പേസ് ഉണ്ടായാൽ മാത്രം മതി, പിന്നെ നമുക്ക് അതിനുള്ള താല്പര്യമാണ്. പക്ഷെ സിനിമ സംബന്ധിച്ച് നമ്മുടെ ആഗ്രഹത്തിനൊക്കെ അപ്പുറത്ത് അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയുണ്ട്. അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മൾ കുറേ അലഞ്ഞു നടന്നു. നമ്മൾ അവിടെ അടുത്തുള്ള ഒരുപാട് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ക്യാമറാമാൻമാരെ അന്വേഷിച്ചു. അപ്പം അന്ന് വെഡ്ഡിങ് സ്റ്റുഡിയോസ് ആണ് എല്ലാതും. അപ്പോൾ അവർ കല്യാണ ആൽബങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ പോയിട്ട് ഷോർട്ട് ഫിലിമിന് ഇവരെ വിളിക്കുമ്പോൾ, ഞാൻ ഒന്നാമത് ചെറിയ പയ്യൻ പോയി വിളിക്കുമ്പോൾ അതിൻ്റെ ഗൗരവക്കുറവുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു സിനിമയെ പറ്റിയിട്ടൊന്നും അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരല്ല അന്ന്. അങ്ങനെ നമ്മൾ കുറേ നടന്ന് കുറേ ആൾക്കാരെ അന്വേഷിച്ച് ഒരു ക്യാമറമാനെ കിട്ടി. അങ്ങനെ അദ്ദേഹത്തിനെ വെച്ച് നമ്മൾ ചൂണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ചെയ്തു. ഞാനത് ചെയ്യുമ്പോൾ ഞാൻ +2 പഠിക്കണത്. അപ്പോൾ അതിൽ അഭിനയിച്ച് നമ്മുടെ തന്നെ തിയേറ്റർ ഗ്രൂപ്പിലുള്ള ആബിദ് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് അഭിനയിച്ചത്. അതിൻ്റെ എഡിറ്റിങ് ചെയ്തത് അനീഷ് പറഞ്ഞ നമ്മുടെ തന്നെ നാടകത്തിലുള്ള ചേട്ടനാണ്. പ്രസാദ് പറഞ്ഞ ആളാണ് ക്യാമറ ചെയ്തത്. നമ്മൾ 4 പേര് സംബന്ധിച്ച് അത് നമ്മുടെ ഒരു പുതിയൊരു അറ്റംപ്റ്റ് ആയിരുന്നു. എല്ലാവരും ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അതിൽ ഞാൻ കുറച്ചുകൂടി യങ്ങായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഒരു ഉദ്ദേശം കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അന്ന് 2-3 ഫെസ്റ്റിവലിന് അയച്ചു കൊടുക്കുകയും അടൂർ നടന്നിട്ടുള്ള ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച 2ാമത്തെ ഷോർട്ട് ഫിലിമിനുള്ള അവാർഡും ലഭിച്ചു.